ഇന്ന് വളരെ സുപ്രധാനമായ തീരുമാനങ്ങളാണ് സുപ്രീം കോടതി കൈക്കൊണ്ടത്. എന്ന് വെച്ചാൽ അടുത്ത മാസം 7 മുതൽ ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ വാദം തുടങ്ങും. മാർച്ച് 14 മുമ്പായി മുഴുവൻ വാദങ്ങളും കക്ഷികൾ എഴുതി നൽകണം. മാർച്ച് 15 വാദം തുടങ്ങും. ഏപ്രിലോടുകൂടി വാദം പൂർത്തിയാക്കണം. ഏപ്രിൽ മാസം കഴിഞ്ഞാൽ മെയ് മാസത്തിൽ അതിനകത്ത് തീർപ്പുണ്ടാകുമെന്ന സൂചന കൂടി കോടതി നൽകുന്നുണ്ട്. ധൻസുമോദ് ചേരുന്നു. സുമോദ്, ഇതിനകത്ത് ഇന്ന് ഈ ഹർജികൾ പരിഗണിച്ച ഘട്ടത്തിൽ എന്ത് നിലപാട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എടുക്കുമെന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങൾ. ഇതിപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഈ പുനഃപരിശോധനാ ഹർജികൾ നിലനിൽക്കില്ല എന്ന വാദത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ ഉറച്ചു നിൽക്കുകയാണോ ഇന്ന് ചെയ്തത്? സൈഫി ചോദിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും ഈ വിഷയത്തിൽ എന്ത് നിലപാട് എന്നുള്ളതായിരുന്നു ഇന്ന് സുപ്രീം കോടതിയിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. തുഷാർ മേത്ത സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കാം എന്ന് തന്നെയാണ്. അതായത് ഈ 2018 സെപ്റ്റംബർ 28-നുണ്ടായ സുപ്രീം കോടതിയിലെ 5-അംഗ ബെഞ്ചിന്റെ വിധി, യുവതി പ്രവേശനം അനുവദിച്ചുള്ള വിധി ചോദ്യം ചെയ്ത ആ പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കാമെന്നാണ്. അതായത് ആ വിധിക്ക് എതിരായിട്ടാണ് കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചത് എന്നുള്ള കാര്യം വ്യക്തം. ഇനി സംസ്ഥാന സർക്കാരിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കണോ വേണ്ടയോ എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യം. ഈ പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കണം എന്ന് പറഞ്ഞാൽ ആ വിധിക്ക് എതിരാണ്, അതായത് യുവതി പ്രവേശനത്തിന് എതിരാണ് എന്ന് തന്നെയാണ് നിലപാട്. അതേസമയം ഈ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ വിധിയെ അനുകൂലിക്കുന്നു എന്ന് തന്നെയാണ്. സോ ഫാർ എന്നൊരു വാക്ക് മാത്രമാണ് ഇന്ന് ജഗദീപ് ഗുപ്ത, മുതിർന്ന അഭിഭാഷകനായ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത്. ആ സമയത്ത് തന്നെ വ്യാപകമായിട്ട് ഒരു തെറ്റിദ്ധാരണ മറ്റു പല ഇടങ്ങളിലും ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എതിർക്കുന്നില്ല എന്നുള്ളൊരു നിലപാടാണ്, അല്ലെങ്കിൽ അനിശ്ചിതത്വം എന്നുള്ള നിലപാടായിരുന്നു. പക്ഷേ ആ സമയത്ത് തന്നെ മീഡിയ വൺ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിരുന്നു ഇത് സംസ്ഥാന സർക്കാർ പുനഃപരിശോധനാ ഹർജികളെ എതിർക്കുകയാണ് എന്നുള്ളൊരു കാര്യം. ആ എതിർക്കുകയാണ് എന്നുള്ളതിനാണ് നമുക്ക് അല്പനിമിഷം മുമ്പ് മീഡിയ വണ്ണുമായി സംസാരിച്ച സുപ്രീം കോടതിയിൽ ഹാജരായ MR അഭിലാഷ് എന്ന അഭിഭാഷകൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജിയെ എതിർക്കുകയായിരുന്നു. മീഡിയ വൺ നേരത്തെ ചെയ്തിരുന്ന ആ വാർത്ത ശരിയാണെന്ന് ഒരു സാക്ഷ്യം കൂടിയാണ് ഇപ്പോൾ MR അഭിലാഷ് സുപ്രീം കോടതിയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ സുപ്രീം കോടതിയുടെ അങ്കണത്തിൽ തന്നെ വന്നത് നമ്മളോട് സംസാരിച്ചത്. പക്ഷേ അപ്പോഴും ചോദ്യമുണ്ട്, ഇനി അങ്ങോട്ട് മാറാം എന്നൊരു സൂചന കൂടി ആ സോഫാറിലുണ്ടല്ലേ സുമോദ്? ആ കാര്യങ്ങളാണ് സൈഫുദ്ദീൻ ഞാനിപ്പോൾ സംസാരിച്ചു വരുന്നത്. അതായത് ഈ കാര്യത്തിൽ ഇനിയൊരു നിലപാട് മാറ്റം സാധ്യമാണോ എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ അഭിഭാഷകരോട് ചോദിച്ചത്. ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന സർക്കാരുകൾക്ക് കാലാകാലങ്ങളായി ഒരു നിലപാടിനെ മാത്രം മുറുകെ പിടിച്ച് നിൽക്കണം എന്നില്ല. പലപ്പോഴും പല നിലപാടുകളാണ് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരുകളും തീരുമാനിച്ചിരിക്കുന്നത്. ഇതുപോലെ സുപ്രീം കോടതിയിലും ഇതുപോലെ ഓരോ കാലത്തിനനുസരിച്ചുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇനി യുവതി പ്രവേശനത്തിന് എതിരായിട്ടുള്ളൊരു നിലപാടാണ് അറിയിക്കണം എന്നുണ്ടെങ്കിൽ ഈ മാർച്ച് 7-ന് തുടങ്ങുന്ന വാദത്തിൽ സംസ്ഥാന സർക്കാരിന് അറിയിക്കാൻ പറ്റും. സംസ്ഥാന സർക്കാരിന് ഈ നിമിഷം വരെയുള്ള ഒരു നിലപാട് എന്താണെന്ന് ചോദിച്ചാൽ അത് യുവതി പ്രവേശനത്തിന് അനുകൂലമായിട്ടുള്ള വിധിയെ അനുകൂലിക്കുകയാണ്. പുനഃപരിശോധനാ ഹർജികൾ വേണ്ട എന്ന നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ ഈ നിമിഷം വരെ സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിലേക്ക് വരികയാണെങ്കിൽ ആചാര സംരക്ഷണത്തിനൊപ്പം നിൽക്കുന്നു എന്ന് ആവർത്തിച്ചു അല്ലേ? ആവർത്തിക്കുന്നു എന്ന് പറയുന്നത് ശരിയല്ല സൈഫുദ്ദീൻ. കാരണം കൃത്യമായ ഒരു നിലപാട് കേന്ദ്ര സർക്കാർ നേരത്തെ സ്വീകരിച്ചിരുന്നില്ല. അതായത് യുവതികളെ പ്രവേശിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞപ്പോൾ കൃത്യമായ ഒരു നിലപാട് ഇതുവരെ കേന്ദ്ര സർക്കാരിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ കൃത്യമായ നിലപാട് എടുത്തിരിക്കുകയാണ്. പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കാം. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ഇന്ന് സുപ്രീം കോടതിയിൽ എത്തിയതിനു ശേഷം പുനഃപരിശോധനാ ഹർജികൾ അനുവദിക്കാം എന്ന ഒരു നിലപാട് പറഞ്ഞത്. അതായത് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ 2 നിലപാടുകളാണ് ഈ നിമിഷം വരെ എടുത്തിരിക്കുന്നത്. പുനഃപരിശോധനാ ഹർജികൾക്ക് അനുകൂലമായ നിലപാട് കേന്ദ്ര സർക്കാരും പുനഃപരിശോധനാ ഹർജിക്ക് എതിരായിട്ടുള്ള നിലപാട് സംസ്ഥാന സർക്കാരും സുപ്രീം കോടതിയിൽ സ്വീകരിച്ചിരിക്കുകയാണ്.